ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാ പ്രേക്ഷകർക്കും സ്മിത ടാൽക്കിലേക്ക് സ്വാഗതം. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി സപ്പോർട്ട് ചെയ്യണേ. ദിലീപിനെ നായകനാക്കി ഏപ്രിൽ 26-ന് തിയേറ്ററുകളിലേക്ക് എത്തിയ ഏറ്റവും പുതിയ മലയാള ചലച്ചിത്രമായ പവി കെയർടേക്കറിൻ്റെ രണ്ടാം ദിവസം അങ്ങനെ തിയേറ്ററുകളിൽ പിന്നിട്ടിരിക്കുകയാണ്. ആദ്യ ദിവസം തന്നെ മികച്ച അഭിപ്രായങ്ങൾ നേടിയ ചിത്രം കൂടിയാണല്ലോ പവി കെയർടേക്കർ. 5 നടികളെ ഉൾപ്പെടുത്തിയ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് നടനും കൂടിയായ വിനീത് കുമാറാണ്. വളരെ കാലത്തിന് ശേഷമാണ് ദിലീപിൻ്റെ ചിത്രം ഒരു പോസിറ്റീവ് അഭിപ്രായം തിയേറ്ററുകളിൽ നിന്നും നേടുന്നത്. ഇപ്പോൾ രണ്ടാം ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ആദ്യ ദിവസം 1 കോടി കളക്ഷൻ നേടിയെങ്കിൽ രണ്ടാം ദിവസം കളക്ഷനിൽ ഇടിവ് കാണാൻ സാധിക്കുന്നുണ്ട്. 85 ലക്ഷം മാത്രമാണ് ചിത്രത്തിന് രണ്ടാം ദിവസം കേരളത്തിൽ നിന്നും കളക്ഷൻ ലഭിച്ചത്. വേൾഡ് വൈഡ് കളക്ഷനിലേക്ക് വരുമ്പോൾ 3.5-4 കോടി കളക്ഷൻ നേടാനാണ് കൂടുതൽ സാധ്യത. ചിത്രത്തിൻ്റെ കറക്റ്റായ വേൾഡ് വൈഡ് കളക്ഷൻ അപ്ഡേറ്റുകളൊന്നും തന്നെ ലഭ്യമല്ല. എത്രയും വേഗം തന്നെ ചിത്രത്തിന് മികച്ചൊരു കളക്ഷൻ നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. രഞ്ജിത്ത് ശങ്കറിൻ്റെ സംവിധാനത്തിൽ ഏപ്രിൽ 11-ന് വിഷു റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തിയ ഉണ്ണി മുകുന്ദൻ ചിത്രമായ ജയ് ഗണേഷ് ഇതാ തിയേറ്ററുകളിൽ വലിയ പരാജയമായി മാറിയിരിക്കുകയാണ്. ചിത്രം 17 ദിവസങ്ങൾ തിയേറ്ററിൽ പിന്നിട്ടപ്പോൾ വളരെ താഴ്ന്ന കളക്ഷനാണ് ജയ് ഗണേഷിന് നേടാൻ സാധിച്ചിരിക്കുന്നത്. 3.5 ലക്ഷത്തോളം മാത്രമാണ് ചിത്രത്തിന് 17-ാം ദിവസം കേരളത്തിൽ നിന്നും നേടാൻ സാധിച്ചിട്ടുള്ളത്. ഇന്ത്യൻ കളക്ഷനായി 17 ദിവസങ്ങൾ കൊണ്ട് 3.5 കോടിയുമാണ് ചിത്രം നേടിയിരിക്കുന്നത്. വേൾഡ് വൈഡ് കണക്കുകളിലേക്ക് വരുമ്പോൾ 5 കോടി ഇതുവരെ ടച്ച് ചെയ്തിട്ടുമില്ല എന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. എന്തുകൊണ്ടും ജയ് ഗണേഷ് തിയേറ്ററുകളിൽ വലിയ പരാജയം തന്നെ ആയിരിക്കുകയാണ്. എന്നാൽ ജയ് ഗണേഷ് ഇത്രയും മോശം കളക്ഷൻ ലഭിക്കുന്നത് എന്താണ് എന്ന് വ്യക്തമല്ല. ഇത്രയും താഴ്ന്ന കളക്ഷൻ ലഭിക്കാൻ മാത്രം മോശം സിനിമയൊന്നുമല്ല ജയ് ഗണേഷ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമ ഇതിലേതാണെന്നൊന്ന് കമൻറ്റിലൂടെ അറിയിക്കൂ. കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.